കുവൈറ്റിൽ കെട്ടിടത്തിലെ തീയിൽ എരിഞ്ഞു തീർന്നത് മനുഷ്യജീവനുകൾ മാത്രമല്ല, കുറേയേറെ സ്വപ്നങ്ങൾ കൂടിയാണ്. വാനോളം പ്രതീക്ഷകൾ കുടുംബത്തിന് നൽകിപ്പോയവർ ചേതനയേറ്റു മടങ്ങിയെത്തുമ്പോൾ ഉറ്റവർ മാത്രമല്ല, അവരുടെ സ്വപ്നങ്ങൾ കൂടി വിറങ്ങലിച്ചു നിൽക്കുകയാണ്. കുറുമ്പ് അരിമണി കൂട്ടിവെക്കുന്നത് പോലെ കൂട്ടിവെച്ച് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള യാത്രയാണ് ഓരോ പ്രവാസിയുടേതും. കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരിച്ചവരൊക്കെയും സ്വപ്നങ്ങളെ കൂട്ടുപിടിച്ച് കടൽ കടന്നവരാണ്. പ്രതിസന്ധികളിൽ തളരാതെ കുടുംബത്തിന്റെ പ്രതീക്ഷ കാക്കാൻ രാവും പകലും ജോലി ചെയ്തവർ ചേതനയേറ്റ് തിരിച്ചെത്തുമ്പോൾ കുടുംബം മാത്രമല്ല, അവരുടെ സ്വപ്നങ്ങൾ കൂടി അനാഥമാക്കുകയാണ്. അതിന്റെ നേർക്കാഴ്ചയാണ് ഈ ദൃശ്യങ്ങൾ. ഉഴമലക്കൽ സ്വദേശി അരുൺ ബാബുവിന്റെ സ്വപ്നമായിരുന്നു ഈ കാണുന്നത്. 8 വർഷത്തിനു മുൻപ് വെച്ച വീട് പണി പൂർത്തിയാക്കാതെ ഇങ്ങനെ അവശേഷിപ്പിച്ചാണ് അരുൺ ബാബു എന്ന നാട്ടുകാരുടെ സാബു വിട പറഞ്ഞത്. മണ്ണും വീടും പദ്ധതി പ്രകാരം ലഭിച്ച വീട്ടിൽ അരുൺ ബാബു താമസിച്ചത് കുറച്ചുകാലം മാത്രം. 8-10 വർഷത്തിനോളമായിട്ടുണ്ട്. അവർ കുറച്ച് നാൾ ഇവിടെയാണ് താമസിച്ചിരുന്നത്. ഇപ്പോൾ ഇവിടെ താമസിക്കാൻ യോഗ്യമല്ല. പൊതുവെ വെള്ളത്തിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട്. അങ്ങനെ കുട്ടികളുടെ പഠിത്തത്തിന് വേണ്ടിയിട്ടാണ്, ആ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അവരിവിടെ നിന്ന് മാറിപ്പോയത്. ഇപ്പോൾ ആ കാണുന്ന ഭാഗം അത്രയും പഞ്ചായത്തിൽ നിന്ന് കിട്ടി. എന്നിട്ട് ഇപ്പുറത്തോട്ടുള്ള ഭാഗം പുള്ളിക്കാരൻ ജോലി ചെയ്തിട്ട് പോയതാണ്. എന്നിട്ട് ബാക്കി പണിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുറത്ത് പോയത്. ഭാര്യയും 2 പെൺകുട്ടികളും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു ഈ 37-കാരൻ. 7 മാസം മുമ്പ് വീണ്ടും ജോലിക്ക് പോയ അരുണിന്റെ ഒറ്റ ലക്ഷ്യം വീടിന്റെ പണി പൂർത്തിയാക്കുകയോ പുതിയതൊന്ന് വെക്കുകയോ ചെയ്യുക എന്നുള്ളതായിരുന്നു. എന്നാൽ ആ സ്വപ്നങ്ങളാണ് അഗ്നിനാളങ്ങൾ വിഴുങ്ങിയത്. പാതി വഴിയിൽ പടിയിറങ്ങി പോകുന്നവയാണ് ഓരോ പ്രവാസിയുടെയും ജീവിത സ്വപ്നങ്ങളിലേറെയും. അമൃത ന്യൂസ്, തിരുവനന്തപുരം.